പ്രീപോൾ സർവേ. ഈ പ്രീപോൾ സർവേകൾ തടയണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസിൻ്റെ പരാതി. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് JS അഖിലാണ് പരാതി നൽകിയത്. നടപടി കോൺഗ്രസ് പരാജയപ്പെടുമെന്ന സർവേ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നൃപൻ, എന്താണ് സർവേകൾ തടയണമെന്ന കോൺഗ്രസിൻ്റെ ഇംഗിതത്തിന് പിന്നിൽ? തീർച്ചയായും അതിലൊരു കൗതുകമുള്ളത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രീപോൾ സർവേകൾ നടത്തുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി എന്നതാണ്. KPCC അംഗവും മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നാഷണൽ റിട്രീറ്റ് സെൽ ചെയർമാനും ഒക്കെ ആയിരുന്ന ഔട്ട്റീച്ച് സെൽ ചെയർമാനും ഒക്കെ ആയിരുന്ന ഈ JS അഖിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, വ്യാപകമായി ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ദേശീയ മാധ്യമങ്ങളടക്കം ഇങ്ങനെ പ്രീപോൾ സർവേകൾ നടത്തുകയാണ്. ആ പ്രീപോൾ സർവേയിൽ ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാതെ വോട്ടർമാരെ മനോഭാവത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അവതാരകർ തന്നെ ചില സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രവചനത്തിലൂടെ ബാൻഡ് വാഗൺ ഇഫക്റ്റ് സൃഷ്ടിക്കപ്പെടുകയും അനിശ്ചിത വോട്ടർമാരെ ബാധിക്കുകയും അവരുടെ ഈ പറഞ്ഞ വോട്ടവകാശത്തെ അത് സ്വാധീനിക്കുകയും ചെയ്യും. ഇത്തരം സർവേകളുടെ പ്രക്ഷേപണം മത്സരാർത്ഥികൾക്കിടയിലെ സമതല മത്സരാവസ്ഥ തകർക്കുകയും സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കുമെന്നാണ് JS അഖിലിന്റെ പരാതിയിൽ പറയുന്നത്. എക്സിറ്റ് പോളുകൾക്ക് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും പ്രീപോൾ സർവേകൾക്ക് വ്യക്തമായ നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് ഗുരുതരമായ നിയമപരമായി തന്നെ ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അത്ര കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് നിയന്ത്രിക്കണം എന്നതാണ്. പ്രീപോൾ സർവേകളുടെ പ്രക്ഷേപണം നിരോധിക്കുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുക, സർവേകളുടെ രീതിയും ധനസ്രോതസ്സുകളും പൂർണ്ണമായി വെളിപ്പെടുത്താൻ മീഡിയകളെ നിർദ്ദേശിക്കുക എന്നിവ ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങൾ സർവേ നടത്തിയിരുന്നു. വലതുപക്ഷ മാധ്യമങ്ങളുടെ സർവേയിൽ പോലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായി. ഈ സർവേകളുടെ ഫലങ്ങൾ കോൺഗ്രസിനെ വലിയ തലത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ചില മാധ്യമങ്ങൾ സർവേ തുടരുകയാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പങ്കുവെക്കുന്നുണ്ട്. കോൺഗ്രസ് അവകാശപ്പെടുന്ന കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് കരുതിയിരുന്ന പല സീറ്റുകളിലും LDF തന്നെ നിലനിർത്തുമെന്നും ചില സീറ്റുകൾ LDF തിരിച്ചു പിടിക്കുമെന്നും എന്ന സർവേ ഫലങ്ങളാണ് കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ പ്രീപോൾ സർവേകൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പരാതി നൽകിയിട്ടുണ്ട്. അജിംഷാദ് ഓർക്കേണ്ടത്, നേരത്തെ ഒന്നും സർവേക്ക് മുമ്പൊന്നും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പരാതി വന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത്തരം പരാതിയായി വരുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഈ സർവേകൾ കോൺഗ്രസിനും UDFനും എതിരാകുന്നു എന്ന് കണ്ടപ്പോഴായിരിക്കും സ്വാഭാവികമായി കോൺഗ്രസ് ഈ നിലയിൽ പരാതിയായി വരാൻ കാരണം. അതെ, കാരണം ഈ 2 ടേം പിണറായി വിജയൻ സർക്കാർ തുടർന്നിട്ടും ഈ വികസനങ്ങളിൽ ജനപ്രീതി വർദ്ധിച്ചതല്ലാതെ ഒരു ആന്റി ഇൻകംബൻസിയും, അതായത് ഭരണവിരുദ്ധ വികാരവും ഇല്ല. ഇതൊക്കെ ഈ സർവേയിൽ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് ഇവർ തുടരും, അതായത് LDFകാർ തുടരും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും ഭൂരിപക്ഷവും പറയുന്നത്. മാത്രമല്ല, ഈ സിറ്റിംഗ് LDFന്റെ MLAമാരൊക്കെ വളരെ ജനകീയ സ്വീകാര്യരാണെന്ന് കോൺഗ്രസിൻ്റെ തന്നെ ആഭ്യന്തര പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പല വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തെത്തി. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നൃപനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.